വാട്സ്ആപ്പ് യൂട്യൂബ്, വെൽക്കം ബാക്ക് ടു ദ വ്ലോഗ്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് നമ്മുടെ സ്വന്തം റോയൽ എൻഫീൽഡ് 100/350 കുഞ്ഞൊരു റൈഡിങ് റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല. ഒരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷനാണ്. ഞാൻ മുമ്പ് ഓടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതൊരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷനായിട്ട് നിങ്ങൾക്ക് കണക്ക് കൂട്ടാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ 100ൻ്റെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ എല്ലാവർക്കും അറിയണ പോലെ നമ്മുടെ 100ൻ്റെ ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ പുതിയൊരു ബൈക്ക് ലോഞ്ച് ചെയ്യണം. നമ്മുടെ ഗൊറില്ല 450, നമ്മുടെ ഹിമാലയൻ 450ൻ്റെ അത് സെയിം എൻജിൻ റീപ്ലേസ് ചെയ്തുകൊണ്ടുള്ളൊരു ബൈക്കാണ് വരുന്നത്. ആൻഡ് അതിനു മുമ്പാണ് നമ്മൾ ഈ ഒരു ബൈക്കിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞൻ ബൈക്കാണ്. റോയൽ എൻഫീൽഡ് ഫാമിലി ഒരു വേറൊരു സെഗ്മെൻറ്റിലേക്ക് കടന്നൊരു ബൈക്കാണ്, അല്ലെങ്കിൽ കൊണ്ടുപോയൊരു ബൈക്കാണ് നമ്മുടെ 100/350. അതിൻ്റെ സ്പെഷ്യൽ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ കാര്യം പറയുകയാണെങ്കിൽ ഇത് സീറ്റ് ഹൈറ്റ്. ഏറ്റവും സീറ്റ് ഹൈറ്റ് കുറഞ്ഞ ഒരു 350 സീരീസ് അല്ലെങ്കിൽ 350cc എൻജിനും കൂടി വന്നിട്ടുള്ള ഒരു ബൈക്കാണ് നമ്മുടെ 100 എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ 100 അല്ലെങ്കിൽ നമ്മുടെ റോയൽ എൻഫീൽഡ് ഫാമിലി എപ്പോഴും സ്റ്റാർട്ടിങ് സി സി എന്ന് പറയുന്നത് 350 ആയിരിക്കും. അപ്പോൾ 350 സീരീസിൽ ഒരു കുഞ്ഞൻ ബൈക്ക് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ലുക്ക് അറ്റ് ദിസ് ബൈക്ക്. ഒരു ഭയങ്കര ബ്യൂട്ടി ആയിട്ടുള്ള ഒരു ബൈക്കും കൂടിയാണ് ഇത്. നമുക്ക് എന്തായാലും ഫ്രണ്ട് സെക്ഷൻ തുടങ്ങാം. അപ്പോൾ എൻ്റെ സംസാരത്തിൽ അത്യാവശ്യം സ്പീഡ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾ കണ്ട പോലെ തന്നെ നല്ല മഴയായിരുന്നു. വാക്സ് കോട്ടൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന മുതലാണ്. അപ്പോൾ മഴ നനഞ്ഞ് പിന്നെ ചളിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർ എന്നെ പിടിച്ച് തല്ലും. അപ്പോൾ ടു ബി ഫ്രാങ്ക് ഞാൻ അത് പറയാണ്. നമുക്ക് ഫ്രണ്ട് സെക്ഷനിൽ തുടങ്ങുകയാണെങ്കിൽ ഇതേ അത്യാവശ്യം നല്ല കുഞ്ഞൻ ബൈക്കാണ്. നിങ്ങൾക്കിപ്പോൾ ഈ വണ്ടി കാണുമ്പോൾ ഒരു ബൈക്കിൻ്റെ ഒരു സാമ്യം തോന്നുന്നുണ്ടാവും. ഇപ്പോൾ ഏതാ ബൈക്ക് എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ആ ബൈക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രണ്ട് സെക്ഷനിൽ തന്നെ തുടങ്ങാം. അത്യാവശ്യം കുഞ്ഞൻ ബൈക്കാണ്. ഒരു ടിപ്പിക്കൽ ആ റെട്രോ ലുക്കിലുള്ളൊരു ഹെഡ്ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് റൗണ്ട് ഹെഡ്ലൈറ്റ്, നടുക്കൊരു റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇത് ഹാലോജനാണ് വന്നിട്ടുള്ളത്. ഹാലോജനാണെന്ന് വിചാരിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അത്യാവശ്യം നല്ല പ്രകാശം നൽകുന്ന ഒരു ഹെഡ്ലൈറ്റാണ്. നൈറ്റിൽ ഞങ്ങൾ നൈറ്റിൽ ഓടിച്ചിട്ടുണ്ടായിരുന്നു ഈ ബൈക്ക്. അപ്പോൾ നൈറ്റിൽ ബ്രൈറ്റിലൊക്കെ ഇടാന്ന് പറഞ്ഞാൽ അക്രമ ബ്രൈറ്റാണ്, ഒരു കുഴപ്പമില്ല. ആൻഡ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള 2 ഇൻഡിക്കേറ്റേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഇതിനെ പിടിച്ചു നോക്കുമ്പോണ്ടോ ഒരു കുഴപ്പമില്ല, അതൊരു നല്ല ഇൻഡിക്കേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മിറേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ ബാറൻ മിറേഴ്സ് വന്നിട്ടുള്ളത്. ബാറൻ മിറേഴ്സ് വെച്ചപ്പോൾ ഒരു രക്ഷയില്ല, അടിപൊളി ഭംഗിയാണ് ഇതിനിപ്പോൾ. ആൻഡ് ലുക്ക് അറ്റ് ദിസ് ബൈക്ക്. ഒരു കുഞ്ഞൻ ബൈക്കാണ്. നമുക്ക് ഫ്ലിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ അടിപൊളിയാണ്. അത് നമുക്ക് സൈഡ് പ്രൊഫൈലിംഗ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു കളർ പാറ്റേൺസ് പറയുകയാണെങ്കിൽ ഹാഫ് റെഡ് എന്ന് വെച്ചാൽ ഹാഫ് റെഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മുക്കാൽ ഭാഗം റെഡ് പിന്നെ ബ്ലാക്കാണ്. ഒരു അടിപൊളി ഡിസൈനാണ്. ഗോൾഡൻ കളേഴ്സിലാണ് അതിൻ്റെ റോയൽ എൻഫീൽഡ് എന്നുള്ളൊരു എഴുത്ത്. ആൻഡ് ഇത്രയുള്ള ഒരു കുഞ്ഞൻ ബൈക്കാണ്. ഒരു അറൗണ്ട് സീറ്റ് ഹൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ അറൗണ്ട് ഒരു 790 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുകയാണെങ്കിൽ ഒരു 150 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ആൻഡ് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നമുക്ക് ഓടിക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ബിഗിനേഴ്സിന് ഒരു റോയൽ എൻഫീൽഡ് ഫാമിലി കയറാണെങ്കിൽ ഓടിച്ച് പഠിക്കാൻ പറ്റിയ ബൈക്കാന്ന് പറയാം. അത്യാവശ്യം നല്ല ടോർക്കാണ്. അത് നമ്മൾ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ഇതാണ് ഇതിൻ്റെ റിയർ പ്രൊഫൈൽ. ലുക്ക് അറ്റ് ദിസ്. ആ ഒരു ലൈറ്റിങ് കണ്ട നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ആൻഡ് ഇതാണ് ഈ വണ്ടിയുടെ ഈ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇപ്പം നൈസായിട്ട് മഴ പെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും കുഞ്ഞിതായിട്ട് പറഞ്ഞിട്ട് വണ്ടി ഓടിച്ചിട്ട് പോവാം. ആൻഡ് ഇതാണ് ബാക്ക് ടയേഴ്സ് എന്ന് പറയുന്നത്. ബാക്ക് ടയർ സെക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ 140/80 ആണ് ഇരിക്കുന്നത്. സാധാരണ 120 വരെ ഇത് ഒന്ന് അപ്സൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫ്രണ്ടിൽ 100 ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത് 2 ടയേഴ്സും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. റീസെൻ്റ്ലി സർവീസ് ഡണ്ണാണ്. അതുകൊണ്ട് വണ്ടി നീറ്റ് ആൻഡ് പാക്കഡ് ആണ്. പിന്നെ സസ്പെൻഷൻ കണ്ടോ, കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. ക്രോം എലമെൻറ്റ് ഒന്നുമില്ല ഈ വണ്ടിയിൽ. ആകെ ഫുൾ ബ്രഷ്ഡാണ്. പിന്നെ ഈ ഗ്ലൗസ് എന്ന് പറയുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡ് തന്നെയാണ്. ഇത് പ്രൊമോഷനൊന്നുമല്ല, എൻ്റെ കയ്യിലുള്ളൊരു ഗ്ലൗസാണ്. ജസ്റ്റ് ഒരു ഭംഗിക്ക് വെച്ചു എന്നുള്ളൂ. ആൻഡ് സീറ്റേഴ്സിൻ്റെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലോങ് ആൻഡ് കുഞ്ഞേത സീറ്റാണ്. രണ്ടുപേരും കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പോകാം. ആൻഡ് ഫുഡ് പെക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സീറ്റ് മറ്റേ ഡ്രൈവർ സീറ്റൊന്നും നേരായിട്ടില്ല വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട, അത്യാവശ്യം നല്ല രീതിയിൽ ബാക്കിലുള്ള ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുകയാണെങ്കിൽ. ആൻഡ് സോ ഗുഡ്, അടിപൊളിയാണ്. അപ്പോൾ എനിക്കറിയാം കുറേ നാളായി ഞാൻ അതിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഓടിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ആൻഡ് എക്സോസ് നോട്ട് കേൾപ്പിച്ചില്ല, ടിപ്പിക്കൽ റോയൽ എൻഫീൽഡ് സൗണ്ട്. നമ്മുടെ ഹൈനസിൻ്റെ RSൻ്റെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര റിഫൈൻഡ് ആണ്. ബട്ട് ഇതിന് ഒരു ടപ്പ് സൗണ്ടും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ വൈബ്രേഷനൊക്കെ ഉണ്ട്. റോയൽ എൻഫീൽഡാണ്, വൈബ്രേഷൻ സർവ്വസാധാരണ. ചെറിയ രീതിയിൽ കണ്ട ടക്ക് നല്ല രസമുള്ളൊരു സൗണ്ടാണത്. നമുക്ക് എന്തായാലും ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഈ ബാറിൻ്റെ മുറസ് വയ്ക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു
ഒരു ഫീലാണ് വണ്ടിയിലുള്ള. എന്തായാലും ഓടിച്ചോണ്ട് സംസാരിക്കാം. അയ്യോ ലൈലാൻഡ് നല്ല മഴ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് എന്തായാലും അത്യാവശ്യം നല്ലൊരു ടോർക്കായിട്ടുള്ളൊരു എൻജിനാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഏകദേശം അപ്പോൾ നമ്മളൊന്ന് നല്ല റോഡിലേക്ക് എത്തി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വണ്ടി നല്ല ടോർക്കും അതുപോലെ ബിഗിനേഴ്സ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ കാരണം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഭയങ്കര ടോർക്കായുള്ള വണ്ടിയാണ്. അറൗണ്ട് 27 Nm ടോർക്ക് ഈ വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്ത് ഇതേ വിത്തൗട്ട് ആക്സലറേഷൻ്റെ ഫസ്റ്റ് സെക്കൻഡ് 0 നോക്കി പോണ്ട്. തേർഡ് ഗിയർ കൺട്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓക്കെയാണ്. സോ ഗുഡ്. ഇതാണ് നമ്മുടെ ബൈക്കിൻ്റെ ക്രൂസ് കൺട്രോൾ എന്ന് പറയാം. ആൻഡ് സോ ഗുഡ്. നമുക്ക് വെറുതെ 4th ഇട്ട് നോക്കാം. ഹാഫ് ക്ലച്ച് പിടിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് പോവും. 0. അതാണ് നമ്മുടെ ഇതിൻ്റെ കാര്യം. കൈ കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ വലിച്ചുകൊണ്ട് പോകും. 3rd ഗിയറിലാണ്. ആൻഡ് അപ്പോൾ എന്തായാലും കേരളമാണ്. നമുക്ക് എന്തായാലും സസ്പെൻഷനെ പറ്റി സംസാരിക്കാം. സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു സസ്പെൻഷനാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റിഫ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു നോർമൽ സ്റ്റിഫ് വന്നാൽ കുഴപ്പമില്ല. റിയർ ആണെങ്കിലും കുഴപ്പമില്ല. ഫ്രണ്ടിലുള്ളത് സാധാരണ നോർമൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനും ബാക്കിൽ വന്നിട്ട് സ്പ്രിംഗ് കോയിൽ സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ട്രാവലിംഗ് ഉള്ളൊരു സസ്പെൻഷനാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇറ്റ്സ് സോ ഗുഡ് ടു ഡ്രൈവ്. നല്ല രസം. നമുക്ക് എന്തായാലും ബ്രേക്സിൻ്റെ കാര്യം കൂടി നോക്കാം. ബ്രേക്സ് എന്ന് പറയുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്സ് ആണ് വന്നിട്ടുള്ളത്. സിംഗിൾ ചാനൽ ABS ആണ് വന്നിട്ടുള്ളത്. അറൗണ്ട് ടിക്കിൻ്റെ പെർഫോമൻസ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബാക്ക് ഭയങ്കര ഒരു എൻ്റെ ഒരു ഒപ്പീനിയൻ ആണോ എന്ന് എനിക്കറിയില്ല. എനിക്കൊരു ബൈറ്റ് കുറവുള്ള പോലെ ഫീൽ ചെയ്തു. ഫ്രണ്ട് കുഴപ്പമില്ല, ഒരു കൺട്രോളിംഗ് ഉണ്ട്. ആൻഡ് പിന്നെ നമ്മുടെ ഈ സീറ്റിംഗ് പൊസിഷൻ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു അപ്രൈറ്റ് ആയിട്ടിരിക്കുന്ന പൊസിഷനാണ്. നമുക്ക് സീറ്റ് 2 ടൈപ്പിലിരിക്കാം. ഞാൻ ജസ്റ്റ് അത് നിർത്തി ഒന്നുകൂടി കാണിച്ചു തരാം. അവിടെ മഴ പെയ്യണ കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു GoPro ഒക്കെ അടിച്ചു പോകുന്നുള്ളത്. നമുക്ക് എന്തായാലും ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഇരിക്കുകയാണെങ്കിൽ 2 ടൈപ്പായിട്ടിരിക്കാം. ഒരു എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്തിട്ടും, അതുപോലെ നടുക്കിരിക്കുകയാണെങ്കിൽ പക്ക അപ്രൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു പൊസിഷനായിരുന്നു ഇങ്ങനെ. ഇടിച്ചൊന്നുമില്ല. അങ്ങനെയാണ് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ. അല്ല സ്വിച്ചസ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. സ്വിച്ചസ് എന്തായാലും ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മുടെ മെറ്റ്യൂറിൽ 100 എല്ലാ റോയൽ എൻഫീൽഡിലും വരുന്ന പോലെ തന്നെ എക്സെപ്റ്റ് 100 എക്സെപ്റ്റ് 450 ഇതിൽ കണ്ടുവരുന്ന പോലെ സ്വിച്ചസാണ്. ടോഗിളിംഗ് ആണ്, മറ്റേ റൗണ്ട് സാധനമാണ് വന്നുള്ളത്. പിന്നെ ഇൻഡിക്കേറ്റർ ഹോൺ അത്യാവശ്യം ലൗഡാണ്. 350 സീരീസിൽ അത്യാവശ്യം ലൗഡസ്റ്റ് ഹോൺ എന്ന് തന്നെ പറയാം. കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഇഗ്നീഷൻ സ്വിച്ച് കില്ലിയല്ലാണ്ട് കയ്യിൽ. പിന്നെ ഹസാർഡിൻ്റെ സ്വിച്ച്. ഇത് ഓടിക്കാൻ സുഖമാണ്, ഭയങ്കര കംഫേർട്ടാണ്. സീറ്റിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിലും കംഫേർട്ടുണ്ട് ഓടിക്കാൻ. നല്ല രസമായിട്ടുള്ളൊരു ബൈക്കാണ് റോയൽ എൻഫീൽഡ് നമുക്ക് ബിൽഡ് ചെയ്ത് തന്നിട്ടുള്ളത്. ആൻഡ് റോയൽ എൻഫീൽഡ് വേറൊരു സെഗ്മെൻറ്റിലേക്ക് കടത്തിയൊരു ബൈക്കാണ്. എല്ലാവരും വിചാരിച്ചത് എന്നിട്ട് പറയാം നല്ല വെയിറ്റുള്ള ബൈക്കും ഹൈറ്റുള്ള ബൈക്കൊക്കെയാണ് എന്ന് വെച്ചാൽ നമുക്ക് ഓടിക്കാൻ പറ്റില്ല. പക്ഷെ അതും മാറ്റി എഴുതി കൊണ്ടാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് ഇങ്ങനത്തെ ഒരു ബൈക്ക് അവർ റീപ്ലേസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. ആൻഡ് സോ ഗുഡ്. നല്ലൊരു വണ്ടിയാണ്. ഞാനത് ആദ്യമായിട്ടൊക്കെയാണ് ഓടിച്ചു നോക്കുന്നത്. ബട്ട് ഇപ്പോൾ നമുക്ക് എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അറൗണ്ട് 20 പവർ ആൻഡ് 27 Nm ടോർക്കാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞ റോയൽ എൻഫീൽഡ് എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബൈക്കും കൂടിയാണ്. അപ്പോൾ ആ ടോർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാണ്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ആ ഒരു 20-25 നമുക്ക് സുഖമായിട്ട് എടുത്തുകൊണ്ട് പോകാം. ഇപ്പോൾ ബം ടു ബം ട്രാഫിക്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് 3rd ഗിയറിലൊക്കെ ഇട്ട് സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ ഇത് പറയുന്ന ഒരു കുഞ്ഞൊരു വീഡിയോ ആണ്, ഒരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷനാണ്. ഞാനൊരു അറൗണ്ട് 1.5 hours ഓടിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കിടുന്നത് നിങ്ങളായിട്ട്. നമുക്കെന്തായാലും ഈ വണ്ടിയുടെ ഒരു പെർഫോമൻസ് എനിക്ക് നോക്കണമെന്നുണ്ട്. ഇങ്ങനെയാണ് ശരിക്കും ഈ വണ്ടി ഓടിച്ചുകൊണ്ടുണ്ട്. ഒരു 40-50 ഒരു ക്രൂസ് ചെയ്ത് സുഖമായിട്ട് പോകേണ്ട ഒരു ബൈക്കും കൂടിയാണിത്. കമാൻഡിങ് ബൈക്കാണ്. ആൻഡ്
നല്ല നല്ല അടിപൊളി ഭംഗിയാണ്. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു അത്യാവശ്യം റെട്രോ ലുക്കിലൊക്കെ നടാം. ഒരു സിംഗിൾ ബാറാണ്, അത്യാവശ്യം നല്ല ലോങ്ങാണ്. ഒരു വൈഡ് ഹാൻഡിൽ ബാറാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ സീറ്റിംഗ് ഹൈറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് 790 mm ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല പ്ലാനഡ് ഫൂട്ടായിട്ടുള്ളൊരു വണ്ടിയാണ്. ഞാനിപ്പോൾ ഇരിക്കുന്നത് അത്യാവശ്യം നന്നായി ബാക്കിലേക്ക് ഇറങ്ങിയിട്ടാണ്. ആൻഡ് ഇതാണ് വേറൊരു കളർ എന്ന് പറയുകയാണെങ്കിൽ. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ 3 തരമാണുള്ളത്. 3 തരമാണ് ഈ വണ്ടിയുടെ മോഡൽസ് ഉള്ളത്. റെട്രോ, മെട്രോ, റെട്രോ റെബൽ, അങ്ങനെ ഒരു 3 എണ്ണമാണ് ഉള്ളത്. ഒരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറൗണ്ട് 1.83 lakhs to 2.12 lakhs ആണ് ഓൺ റോഡ് പ്രൈസ് ഇവിടെ കേരളത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്യണത്. ആൻഡ് ഈ റെഡ് കളർ വേണ്ട അത്യാവശ്യം നല്ല നല്ല ഭംഗിയുണ്ട്. ഒരു വെയിലൊക്കെ അടിക്കുമ്പോൾ നല്ല ചൂടുണ്ട്. ഇത്ര നേരം നല്ല മഴയായിരുന്നു. ആൻഡ് നമുക്ക് എന്തായാലും ഇത് വലിച്ചെടുത്ത് നോക്കണമെന്നുണ്ട് എനിക്ക് അതിൻ്റെ പെർഫോമൻസ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. ബട്ട് പിന്നെ മീറ്ററിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ എനിക്കറിയാം, ഞാൻ പല കാര്യങ്ങളും പലതായിട്ടാണ് ഞാൻ പറയുന്നത്. മീറ്റർ ഭയങ്കര മോശമാണ്. മീറ്ററിൻ്റെ കാര്യം നമുക്ക് നോക്കുകയാണെങ്കിൽ മീറ്റർ റോയൽ എൻഫീൽഡിൻ്റെ മിക്ക ബൈക്കുകളിലും മീറ്റർ ഒരു കാര്യമില്ല. നമുക്ക് എന്തായാലും ഒന്ന് പവർ നോക്കാം. അതായിരുന്നു ഇതിൻ്റെ ഒരു പവർ ഡെലിവറി എന്ന് പറയുകയാണെങ്കിൽ. പിന്നെ എനിക്ക് ഏറ്റവും നെഗറ്റീവ് തോന്നിയിട്ടുള്ളത് ഫ്യൂവൽ ഗേജാണ്. ബിക്കോസ് ഫ്യൂവൽ ഗേജ് ആക്യുറേറ്റ് അല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു 200 ഒക്കെ ആണെന്നുകൊണ്ട് ഇതിൻ്റെ റിസർവ് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ 2 മിനിറ്റൊക്കെ ഓടിച്ച് കഴിയുമ്പോഴേക്കും ലോ ഫ്യൂവൽ എന്ന് പറഞ്ഞിട്ട് ഇതേണ്ട. ഇപ്പോൾ ഇത്ര നേരം ലോ ഫ്യൂവലായിരുന്നു. വണ്ടി ഓഫ് ചെയ്ത് ഓൺ ചെയ്തപ്പോൾ 2 കട്ട കയറി. ഇതിപ്പോൾ 2 സെക്കൻഡ് ഓടിച്ച് കഴിഞ്ഞാൽ അത് പിന്നെയും ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് കോഴ്സ് ഇതിൻ്റെ കോമ്പറ്റേറ്റേഴ്സ് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്വന്തം RS 350 എന്ന് വെച്ചാൽ നമ്മുടെ ഹൈനസൊക്കെയാണ് ഇതിൻ്റെ ഒരു ഏകദേശം കോമ്പറ്റേറ്റേഴ്സ് ആയിട്ട് വരുന്നത്. മീറ്ററിൻ്റെ കേസ് ഭയങ്കര വൃത്തിയായിട്ട മീറ്ററാണ്. ഞാനിപ്പോൾ ഓടിച്ചു തുടങ്ങിയിട്ട് എനിക്ക് ലൈവായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. നേരത്തെ കണ്ടപ്പോൾ 3 കട്ടയായിരുന്നു, അത് 2 കട്ടായി, ഇപ്പോൾ 1 കട്ട ബ്ലിങ്ക് ചെയ്യാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കണ്ടെങ്കിൽ റെഡ് കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു അടിപൊളി കളറാണ്, അട്രാക്റ്റീവാണ്. പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലോങ് ആൻഡ് വൈഡ് ഹാൻഡിൽ ബാറാണ്. അത്യാവശ്യം ഇങ്ങനെ ഫ്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒരു കംഫേർട്ടായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റിയതാണ്. പിന്നെ എൻ്റെ പിന്നിൽ വണ്ടികളൊന്നും അങ്ങനെ കാണാത്ത കാരണമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് എന്തായാലും ഈ ഒരു കുഞ്ഞൻ ബൈക്ക് ആയതുകൊണ്ടും ഇതിൻ്റെ സർവീസിൻ്റെ കാര്യം നിങ്ങൾ ചിലപ്പോൾ നോക്കുന്നുണ്ടാവും. സർവീസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ടിപ്പിക്കൽ 350 സീരീസൊക്കെ മെയിൻ്റനൻസിൻ്റെ അതുപോലെ ഞാൻ അറൗണ്ട് 2000 അറൗണ്ടൊക്കെയാണ് ഇതിൻ്റെ സർവീസിൻ്റെ കോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ. 2000 ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അറൗണ്ട് 1000 ആ ഒരു റേഞ്ചൊക്കെയാണ് ഞാൻ ഈ അടുത്തതിൻ്റെ സർവീസിൻ്റെ പോയിപ്പോൾ ഞാൻ അറിഞ്ഞത്. 920 അറൗണ്ട് ആ സംതിങ് ആണ്. അപ്പോൾ ഞാൻ കറക്റ്റ് എമൗണ്ട് ഞാൻ അവിടെ അടിയിട്ട് ഞാൻ കൊടുക്കാം. ഞങ്ങൾക്ക് നല്ല കംഫേർട്ട് തരുന്നൊരു ബൈക്ക് കൂടിയാണ് നമുക്ക് എന്തായാലും. പിന്നെ ഫ്ലിക്ക് ചെയ്ത് ഇങ്ങനെ എടുത്തുകൊണ്ട് ഭയങ്കര ഇതാണ്. നെഗറ്റീവ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് ആകെ പറയാനുള്ളത് ഇതിൻ്റെ ഒരു മീറ്ററിൻ്റെ കേസാണ്. മീറ്റർ ഭയങ്കര ഫോൾട്ടായിട്ടാണ് എനിക്ക് വരുന്നത്. പിന്നെ എക്സെപ്റ്റ് ദാറ്റ് ഈ വണ്ടി മാറ്റിയെടുത്ത് നോക്കുമ്പോൾ എനിക്കൊരു നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്യണില്ല. അതാണ് എനിക്ക് ഈ ഒരു വണ്ടിയുടെ ഒരു നെഗറ്റീവ് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തില്ല. അത്ര ക്ലീൻ ആൻഡ് പ്യുവർ ബൈക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഓടിക്കാനൊക്കെ ആണെങ്കിലും നല്ല കംഫേർട്ടൊക്കെ ഉള്ള ബൈക്കാണ്. അപ്പോൾ എന്ന് പറയുന്നത് കുഞ്ഞൊരു വീഡിയോ, എൻ്റെ ഒരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷനാണ് ഞാൻ ഇതിവിടെ പറയുന്നത്. കിട്ടി നമ്മുടെ വണ്ടിയുടെ അപരൻ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രചോദനം. മാക്സിമം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തതിനും കുഴപ്പമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഈവൻ ഒരു മോശം വീഡിയോ ആയിക്കോട്ടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് പങ്കിടുക. അപ്പോൾ അണ്ടിൽ ദെൻ വൈബു സൈനിങ് ഓഫ്, ബൈ.